നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന തലശ്ശേരി NCC റോഡിലെ ഇന്റർലോക്ക് കട്ടകളും കോൺക്രീറ്റ് ഇളകിയത് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും അപകട ഭീഷണിയാകുന്നു. നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. തലശ്ശേരി നഗരത്തിലെ പ്രധാന റോഡുകളിലൊന്നാണ് NCC റോഡ്. എന്നാൽ റോഡിന്റെ പ്രവേശന ഭാഗത്ത് തന്നെയുള്ള ഇന്റർലോക്ക് കട്ടകളും കോൺക്രീറ്റും ഇളകിയത് ഏറെ അപകട ഭീഷണി ഉയർത്തുകയാണ്. കൂത്തുപറമ്പ് ഭാഗങ്ങളിൽ നിന്നും കുയ്യാലി ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകളും ലോഗൻസ് റോഡ് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണൂർ ഭാഗത്തു നിന്നുമുള്ള ബസ്സുകളും NCC റോഡ് വഴിയാണ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നത്. ബസ്സുകളും മറ്റ് വലിയ വാഹനങ്ങളും കടന്നു പോകുമ്പോൾ ഇളകിയ കോൺക്രീറ്റും ഇന്റർലോക്ക് കട്ടകളും തെറിച്ചുമാറുകയും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഈ കുഴികളിൽ വീണ് അപകടം സംഭവിക്കുന്നതും പതിവാണെന്ന് സമീപത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നു. 2 മാസം മുന്നേ നമ്മളിവിടെ ഒരു റോഡിന്റെ ആവശ്യമായ ഒരു ധാരണ നടത്തിയിരുന്നു. ഈ ഒരു കാര്യം നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് അവിടെ അത് ഇന്റർലോക്ക് മാറ്റി അത് അവിടെ പുതുക്കി പണിഞ്ഞു തരാമെന്ന് നമുക്ക് വാക്ക് തന്നിരുന്നു. പക്ഷെ ഇന്ന് വരെ ഒരു റോഡിന്റെ ഒരു ഇതുപോലും അവരവിടെ ചെയ്തിട്ടില്ല. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ബസ്സുകൾ പോകുന്നു, ഈ 2 വഴി കൂടി ബസ് പോകുന്നതുകൊണ്ട് ഈ കല്ലുകൾ റോഡിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. ഇന്നലെ 2 തവണ തെറിച്ച് വീണതാണ്. അവിടെ എല്ലാം നമ്മളെ ഓട്ടോ ഡ്രൈവർമാർ എടുത്തിട്ടാണ് ആ കുണ്ടിലേക്ക് ഇട്ടത്. റോഡിലെ കല്ലിങ്ങനെ വീണിട്ട് പിന്നെ വല്ല കുണ്ട് കുഴിയായിട്ട് ഇങ്ങനെ പൊന്തി കിടക്കുകയാണ്. അപ്പോൾ ബസ് പോകുമ്പോൾ പറഞ്ഞാൽ നമ്മളെ ഓട്ടോയുടെ മേലെയല്ല വന്നിട്ട് ഇന്നലെ ആളെ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ കല്ല് ഇങ്ങനെ വണ്ണത്തിലാണ് കല്ല് പുറത്ത് നോക്കിയിട്ട് വലിയൊരു കുഴിയാണ്. വലിയൊരു കുഴിയായി മാറി. ഇരുചക്ര വാഹനങ്ങൾ കാൽനട യാത്രക്കാർക്കും പ്രശ്നമാണ്. ഇരുചക്ര വാഹനങ്ങളും അത് പെട്ടെന്ന് ഓടി വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കാണ്ടത് വീണിട്ട് കുട്ടിൽ വീണിട്ട് മറിയുക. പലപ്പോഴും തെറിച്ചുമാറുന്ന കല്ലുകളും മറ്റും ഓട്ടോ തൊഴിലാളികളാണ് യഥാസ്ഥാനത്ത് തിരിച്ചു വയ്ക്കുന്നത്. ചില സമയത്ത് ചെറിയ കല്ലുകൾ ഓട്ടോറിക്ഷകളിലേക്ക് പതിക്കുന്നതായും ഇവർ പറയുന്നു. ബന്ധപ്പെട്ട അധികാരികൾക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.